ആർ വി ബാബു കൂടി ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ ആർ വി ബാബു, ഇതാ കോട്ടയത്ത് ഒരു കുടുംബത്തിലെ 4 പേർ തിരികെ ഹിന്ദുമതത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ ഹൈന്ദവ സംഘടനകൾ വലിയ തോതിൽ ഇത്തരത്തിലൊരു കൺവെർഷൻ അല്ലെങ്കിൽ ഘർ വാപ്പസിയിലേക്ക് തിരികെ ഈ മതത്തിലേക്ക് തിരികെ എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുകയാണോ? അതിൻ്റെ ഭാഗമാണോ ഈ പരിവർത്തനം? അല്ല, ഹിന്ദുമതത്തിൽ നിന്ന് പോയവരെ തിരികെ ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് എന്താ തെറ്റ്? അതിലെന്താ തെറ്റ്? അല്ല, അതിൽ തെറ്റൊന്നുമില്ല. അവിടെ ഞാൻ നേരത്തെ അഡ്വക്കേറ്റ് അനിൽ വിളയിലിനോട് ചോദിച്ചത് തന്നെയാണ്. അതായത് ഏത് മതത്തിലേക്കും ആളുകളെ എത്തിക്കുന്നതിൽ തെറ്റ് പറയാൻ നമുക്കാവില്ലല്ലോ. അപ്പോൾ നോക്കൂ, അല്ല, ഇവിടെ രണ്ടാണ്. ഒന്ന്, നിങ്ങൾ രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലാക്കണം. ഒന്ന്, ഒരു മൂലധർമ്മത്തിൽ വിശ്വസിച്ചിരുന്നവര്, മൂലമതത്തിൽ വിശ്വസിച്ചിരുന്നവരെ അവരെ പല കാരണങ്ങളെ കൊണ്ട് മതം മാറ്റി കൊണ്ടുപോയി. അവരെ പ്രലോഭിപ്പിച്ചാവാം, അല്ലെങ്കിൽ കാശ് കൊടുത്താവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലാവാം. അവരെ മതം മാറ്റി കൊണ്ടുപോയി. അവര് തിരികെ മൂലധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്നു. അല്ലാതെ ജനിച്ച ആള് ക്രിസ്ത്യാനിയായിരുന്നു, ആ ജനിച്ച ആളെ ക്രിസ്ത്യാനിയായിട്ടിരുന്ന ആളെ മതം മാറ്റുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ശരിയാണ്. അങ്ങനെയല്ല. ഇത് ജനിച്ചത് ഹിന്ദുക്കളായിട്ടാണ്. അവര് പല കാരണങ്ങളെ കൊണ്ട് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയി. അതിപ്പോൾ ലോകക്രമം അങ്ങനെയല്ലേ? ഓരോ മതവും ഓരോ കാലഘട്ടത്തിലാണല്ലോ. ഇപ്പോൾ ഈ പഴക്കമൊക്കെ പരിശോധിച്ചാൽ അതിലിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളുണ്ട്. അവിടുത്തെ ജൂതമതത്തിന് വലിയ പഴക്കമുണ്ട്. പക്ഷേ ക്രിസ്തുമതം അതിനുശേഷമായിരിക്കാം, ഇസ്ലാം മതം അതിനുശേഷമായിരിക്കാം, സിഖും ജൈനനും പാഴ്സിയും ഒക്കെ ഇത്തരത്തിൽ കാലകാനുസൃതമായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ അതിലേത് വിശ്വസിക്കണം എന്നുള്ളത് ഒരാളുടെ സ്വാതന്ത്ര്യമല്ലേ? ഞാൻ പറഞ്ഞത് അവരുടെ മുൻ തലമുറ എന്ന് പറഞ്ഞാൽ ചിലപ്പോ അച്ഛനായിട്ട് മാറിയതായിരിക്കാം, ചിലപ്പോ അവർ ഈ ജന്മത്തിൽ തന്നെ മാറിയതായിരിക്കാം. അങ്ങനെ ഈ പറയുന്ന ആളുകൾ അല്ലാണ്ട് 1000 വർഷം മുമ്പ് നടത്തിയ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. ഈ പറയുന്ന ആളുകൾ ഈ കഴിഞ്ഞ അവരുടെ തലമുറയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയോ മാറിയ ആളുകൾ അവരെ തിരികെ കൊണ്ടുവരുന്നു. അവര് മൂലധർമ്മത്തിൽ ഹിന്ദുക്കളായിരുന്നു. ഹിന്ദുക്കളായിരുന്നവർ മുസ്ലിങ്ങളായി പോയി, ക്രിസ്ത്യാനികളായി പോയി. അവരെ തിരികെ കൊണ്ടുവരുന്നു. അതും ഇത് രണ്ടല്ലേ? തീർച്ചയായും. പക്ഷേ ശ്രീ ആർ വി ബാബു, ടെക്നിക്കലി അങ്ങനെയല്ലല്ലോ നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മൾ ഒരു വ്യക്തി ഏത് ജാതി, ഏത് മതത്തിൽ വിശ്വസിക്കുന്നു, ജീവിക്കുന്നു, അയാളെ മാറ്റുന്നു എന്നുള്ളതല്ലേ ഇവിടെ ഘടകമായി വരുന്നത്. അതിന്റെ പൂർവികരുടെ പട്ടികയൊക്കെ പരിശോധിച്ചു പോയാൽ ഈ മതാതീത അല്ലെങ്കിൽ ആദിവാസികൾ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിലേക്കൊക്കെ നമുക്ക് തിരികെ പോകേണ്ടി വരില്ലേ? അല്ല, അങ്ങനെ ഏത് സമൂഹത്തിലേക്കും തിരികെ പൊക്കോളൂ. എന്നിട്ട് നമുക്ക് അത് വെച്ച് സംസാരിക്കാം. ഞാൻ അത് വെച്ച് സംസാരിക്കാനും തയ്യാറാണ്. അല്ല, അപ്പോൾ പിന്നെ ഈ താങ്കൾ പറയുന്ന യുക്തി നിലനിൽക്കുമോ? അതായത് ഈ മതത്തിലായിരുന്നു അതിന്റെ മൂലകുടുംബം അല്ലെങ്കിൽ മൂലവേരുകൾ എന്നൊക്കെ പറയുന്നതിൽ അത്തരം വാദങ്ങൾ ശരിയാണോ? അത്തരം വാദങ്ങളാണ് ഇവിടെ യോജിക്കുക. കാരണം അവർ ഹിന്ദുക്കളായിട്ട് ജനിച്ചവരാണ്. ഹിന്ദുക്കളായിട്ട് ജനിച്ച ആളുകൾ മതം മാറിപ്പോയി. അവർ തിരികെ ഹിന്ദുവായിട്ട് തിരിച്ചു വരും. അതെങ്ങനെയാണ്? അതായത് ക്രിസ്ത്യൻ വിഭാഗത്തെ സ്വീകരിച്ച അല്ലെങ്കിൽ ഇസ്ലാം മത വിഭാഗത്തെ അല്ലെങ്കിൽ സിഖോ ജൈനനോ പാഴ്സിയോ എന്തുമായിക്കൊള്ളട്ടെ മറ്റൊരു വിഭാഗത്തിലേക്ക് മാറിയ ഒരച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടാകുന്ന മക്കൾ അവരാ മതം പിന്തുടരുന്നുവെങ്കിൽ അവർ ഹിന്ദു മതത്തിലാണ് ജനിച്ചതെന്നൊക്കെ പറയാൻ സാധിക്കുമോ? അല്ല, അവരുടെ തലമുറ ഏതോ കാരണങ്ങൾ കൊണ്ട് ഹിന്ദുമതം വിട്ടുപോയി. അവർ തിരികെ ഹിന്ദുവായിട്ട് വരുന്നു. അതിലെന്താ തെറ്റ്? മറിച്ച് ഈ മതം മാറ്റത്തിനൊക്കെ ഞാൻ പറയുന്ന 2 കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്ന്, മൂലധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത്. അതിനെയാണ് ഘർ വാപ്പസി എന്ന് പറയുന്നത്. അല്ല, ഞാൻ ചോദിച്ചത് ഈ താങ്കൾ പറയുന്ന മൂലധർമ്മവും മനുഷ്യന്റെ ഉൽപ്പത്തിയും പരിവർത്തനവും അല്ലെങ്കിൽ പരിണാമവും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണല്ലോ. അപ്പോൾ അതൊരു റീസണായി പറയുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. അല്ല, ഈ ഉൽപ്പത്തിയും പരിണാമവും ഒക്കെ ആയിട്ട് 5000 വർഷം മുമ്പത്തേക്ക് പഴക്കത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർവരും ഹിന്ദുക്കളാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സർവരും ഹിന്ദുക്കളല്ലേ? അപ്പൊ നമ്മൾ അതൊന്നും പറയുന്നില്ലല്ലോ. അല്ല, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുമോ? അങ്ങനെ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റുക? സ്ഥാപിക്കേണ്ട ആരായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്? വിഭാഗം ആളുകൾ എന്ന നിലയിൽ ഇപ്പോൾ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യസങ്കല്പത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. വേണ്ട, ഈ ഭാരതീയ സംസ്കാരത്തിന് അനുസൃതമായ ഒരു രാജ്യം ഉണ്ടായിരുന്നോ? ഒരു ഭൂപ്രകൃതി ഉണ്ടായിരുന്നോ? ആ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ഒരു സംസ്കാരമായിരുന്നോ? അവരെയാണല്ലോ ഭാരതീയര് അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. ആ സംസ്കാരത്തിൽ ജീവിച്ച ആൾക്കാരല്ലേ? ആ സംസ്കാരത്തിൽ ജീവിച്ച ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു. അവർക്കൊരു പൈതൃകമില്ലേ? ഒരു പാരമ്പര്യമില്ലേ? ആ ജനതയിൽ നിന്ന ജനങ്ങളില്ലേ? അതൊക്കെയാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. അതൊക്കെ മനുഷ്യന്റെ പരിണാമമുണ്ട്, മനുഷ്യന്റെ സഞ്ചാരമുണ്ട്, മനുഷ്യൻ പല പ്രദേശത്ത് നിന്ന് പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ പുറത്തുനിന്ന് വന്നവർ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മാത്രമേ ഉള്ളൂ. ശരി. എങ്കിൽ എന്റെ ഒരു സംശയം, ഇതിപ്പോൾ
ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളായിട്ടുള്ള ആളുകൾ അറസ്റ്റിലാവുന്നത് അവിടെ നടത്തുന്ന സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ മതപരിവർത്തനത്തിന് വേണ്ടിയാണ് എന്ന വാദം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തികൾ മതപരിവർത്തനത്തിന് നിർബന്ധിതമായ നീക്കമാണ് എന്ന് പറയുകയും മറിച്ച് കേരളത്തിൽ തിരികെ ഹൈന്ദവ മതത്തിലേക്ക് എത്തുന്നത് അതൊരു പരിണാമത്തിൻ്റെയും അവരുടെ തിരിച്ചുവരവും ആണ് എന്ന് പറയുന്നതിൻ്റെ അത് തമ്മിൽ പൊരുത്തക്കേടുകളില്ലേ ശ്രീ ആർ വി ബാബു? നമുക്ക് ഇതിന്റെ ചരിത്രം, അതിന്റെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഈ മതപരിവർത്തന നിരോധന നിയമം ഉണ്ടായത്, മതം മാറ്റത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ എന്നാണ് തുടങ്ങുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ വൈക്കം സത്യാഗ്രഹം നടന്ന സമയത്ത് നിങ്ങൾ ഈ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ബിംബം ഉണ്ടായിരുന്നല്ലോ, പിണറായി വിജയനെ കൂടി ഉദ്ഘാടനം ചെയ്ത രാമസ്വാമി നായ്ക്കര്, രാമസ്വാമി നായ്ക്കര്, ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഒക്കെ വലിയ ആള്. അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയാമോ? വൈക്കത്ത് വന്ന് പ്രസംഗിച്ചത് അതെല്ലാം വൈക്കം ചരിത്ര സ്മരണികയിലുണ്ടല്ലോ. കേരളത്തിൽ തിരുവിതാംകൂറിൽ ക്രിസ്ത്യൻ മിഷണറിമാർ വ്യാപകമായിട്ട് മതം മാറ്റുന്നു. ഈ ജാതിയുടെ പേരിൽ അയിത്തം തൊട്ടുകൂടായ്മയൊക്കെ കൊണ്ട് ക്രിസ്ത്യാനികളുടെ സംഖ്യ വർദ്ധിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കൾ ഈ ജാതീയമായ പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ എല്ലാവരെയും ഒരുമിച്ച് നിൽക്കുന്ന തരത്തിലേക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ തിരുവിതാംകൂർ മുഴുവൻ ക്രിസ്ത്യൻ സ്റ്റേറ്റ് ആയിട്ട് മാറും. ക്രിസ്ത്യാനികളുടെ എണ്ണം അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞു. ആ പുസ്തകത്ത് വായിക്കണം. അത് താങ്കൾ ഈ പറയുന്നതിൽ നിന്ന് കാലം എത്രയോ മുന്നോട്ട് പോയി. എന്നിട്ട് ഹൈന്ദവ വിഭാഗം അങ്ങനെയാണോ ശ്രീ ആർ വി ബാബു ഇപ്പോഴും ഇടപെടുന്നത്? ഞാൻ പറഞ്ഞത് ഇതിന്റെ ചരിത്രം അങ്ങനെയാണ്. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി മതപരിവർത്തനം നിരോധിക്കണമെന്ന് പറഞ്ഞത്? അതെ, താങ്കൾ ഈ മതപരിവർത്തനത്തെ കുറിച്ച് പറയുന്ന താങ്കൾ ഹിന്ദു മതത്തിനകത്ത് ഒരു ഏകീകരണമുണ്ടോ, ഒരു ഏകീകരണ സ്വഭാവമുണ്ടോ? ഹിന്ദു മതത്തിനകത്ത് ഏകീകരണം ഉണ്ടാക്കാനാണ് ഞങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ശ്രീനാരായണ ഗുരുവൊക്കെ പറഞ്ഞതുപോലെ മിശ്ര വിവാഹം പോലെയുള്ള വിവാഹങ്ങൾ, അതിനെയൊക്കെ താങ്കൾ ഉൾപ്പെടുന്ന സംഘടന പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. മിശ്ര വിവാഹത്തിലൂടെയും അല്ലാതെയും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ ഹിന്ദു സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഹിന്ദു മതം എന്നുള്ളത് ഇസ്ലാം മതം പോലെ ക്രിസ്തുമതം പോലെ ഒരു പ്രവാചകൻ, ഒരു ഗ്രന്ഥം, ഒരു ചർച്ച് ഇങ്ങനെയുള്ള സ്വഭാവത്തിൽ ഉണ്ടായതല്ലല്ലോ. അല്ല, അത് എന്തുമാകട്ടെ, പക്ഷെ താങ്കൾ ഈ പറയുന്ന ഇത്രയും ചരിത്രമുള്ള, അല്ലെങ്കിൽ താങ്കൾ 5000 വർഷങ്ങൾക്ക് മുമ്പിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ പോലും 5000 വർഷം മുന്നേ നടന്നിട്ടും ഇപ്പോഴും ആ മതത്തിനിടയിൽ ഏറ്റക്കുറിച്ചിലുകളും ഇത്തരം നീക്കി നിർത്തലുകളും ഒക്കെ തുടരുന്നു എന്നതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ താങ്കളിലേക്ക് വരാം. അതെ, ആ നീക്കി നിർത്തലുകൾ ക്രിസ്ത്യാനിറ്റിയിലില്ലേ? ക്രിസ്ത്യാനിറ്റിയിൽ അല്ല, അതിന് റീസൺ അല്ലല്ലോ താങ്കൾ പറയുന്നത്. അതിനെങ്ങനെയാണ് ഇപ്പോൾ മറ്റു മതത്തിലെ കാര്യങ്ങളെ അല്ലല്ലോ താങ്കൾ ചർച്ച ചെയ്യേണ്ടത്. ഹിന്ദു മതം എന്നത് ധാർമ്മികമായി മുന്നിൽ നിൽക്കുന്ന ഒന്ന് എന്ന് താങ്കൾ പറയുന്നു. അതാണ് ഏറ്റവും പുരാതനമെന്ന് പറയുന്നു. അതിൽ ഉച്ചനീചിത്വങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, പിന്നെ താങ്കൾ മറ്റു മതത്തിൽ അതില്ലേ എന്ന് ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥം? നിങ്ങൾ ആരോപിച്ചതുകൊണ്ടാണ്. ഞാൻ ആരോപിക്കുകയല്ല, അതില്ലേ, ഇല്ല എങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളൂ. ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ആരോപണം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യമാണ് ശ്രീ ആർ വി ബാബു, ആരോപണമല്ല. നിങ്ങൾ പറഞ്ഞ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളിലും ഉണ്ട് എന്ന് ഞാൻ തിരിച്ചു പറഞ്ഞത്. എല്ലാ മതങ്ങളിലും ഉണ്ട്. അത് ശരിയാണ്, അത് ഞാനും അംഗീകരിക്കുന്നു. അല്ലാതെ എന്റെ ആരോപണം എന്നൊന്നും പറയില്ലേ. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഹിന്ദുമതത്തിന്റെ മാത്രം കുറ്റമല്ലെന്നത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. ഹിന്ദുമതത്തിന്റെ മാത്രം കുറ്റമല്ല, അത് ക്രിസ്ത്യൻ, ഇസ്ലാം മതങ്ങളിലും ഒക്കെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ്